വീടെല്ലാം അടച്ച് നമ്മളപ്പം ഇപ്പം ഉറങ്ങാനായി. എത്രയായി സമയം? 2:32 AM. 5 AM നമ്മളെ ഫ്ലൈറ്റ്. ബാഗൊക്കെ അവിടെ കൊണ്ട് വെച്ചു, എല്ലാം കൊണ്ട് വെച്ചു ബാഗ്. വിശ്വസിച്ച് എണീച്ചിട്ടില്ല. ഞങ്ങളുടെ സാമ്രാജ്യത്തിന്റെ താക്കോൽ നമ്മൾ വിശ്വസിച്ചിനെ അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്നു. വെറുതെ അതൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞു. എന്തോരം ഒച്ച, ആൾക്കാരെല്ലാം പുറത്ത് വരും. നിന്റെ സാധനമൊക്കെ എടുത്തു വാ. ഞങ്ങള് കുറച്ച് ദിവസത്തേക്ക് ഇവിടുന്ന് മാറി നിൽക്കുന്നതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ? എന്താ എനിക്കെന്താ പ്രശ്നം? എന്താ എനിക്ക് പ്രശ്നം? എല്ലാം ഈ ഡ്രസ്സെല്ലാം സ്പോൺസർഡ് ബൈ വിശ്വസിച്ച. യു ഷുഡ് ഹാവ് എ സിസ്റ്റർ ബിക്കോസ് എല്ലാ സാധനങ്ങളും ഇങ്ങനെ കട്ടെടുത്ത് മുടിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരാൾ വേണം. ഒരു മാസം വിശ്വസിക്കുന്ന സ്വന്തം കുപ്പായങ്ങൾ ഇട്ട് ആസ്വദിച്ച് ജീവിക്കാൻ. തണുപ്പാ? ചെറിയ തണുപ്പ്. അയ്യോ വേസ്റ്റ് കളയണ്ടേ? H&Mന്റെ ഇതിലുള്ള. ഈവൻ ദോ നമ്മൾ 2 ഇയേഴ്സിന് ശേഷമാണ് നാട്ടിൽ പോകുന്നതെങ്കിലും ഇറ്റ് ഫെൽറ്റ് വെരി ബ്ലാങ്ക്. ഇനീഷ്യലി നമ്മൾ എല്ലാ സാധനങ്ങളും കാറിലെടുത്ത് വെച്ച് കയറ്റി പോകുമ്പോഴും വി വേ ജസ്റ്റ് ലൈക്ക് ടോക്കിംഗ് ലൈക്ക് ഒന്നും തോന്നുന്നില്ല. അതെന്താണെന്നറിയില്ല. മേ ബി ഭയങ്കര ഓവർവെൽംഡ് ആയിട്ടായിരിക്കും നമ്മളുടെ ബ്രെയിനിന് അറ്റ് ടൈംസ് ഭയങ്കര ഓവർവെൽമിംഗ് ആയിട്ട് ചില സാധനങ്ങൾ തോന്നിക്കഴിഞ്ഞാൽ ഇമോഷൻസ് ഒന്നും പുറത്ത് വരാൻ പറ്റാത്തൊരു രീതിയിലേക്ക് നമ്മൾ പോവും. മേ ബി വി ഫീൽ ലൈക്ക് അങ്ങനെയായിരുന്നു ഇതെന്ന് ഐ വുഡ് സേ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഭയങ്കര ഒരു മിക്സ്ഡ് ഇമോഷൻസ് ആയിരുന്നു ആൻഡ് മിക്സ്ഡ് ഫീലിങ്സ്. കാരണം കാനഡ ഈസ് ഓൾസോ ഹോം നൗ. നമ്മളുടെ ഈ വീട് നമ്മൾ വി ഹാവ് ദറ്റ് കൈൻഡ് അറ്റാച്ച്മെൻറ്റ് ടു ദിസ് അപ്പാർട്ട്മെൻറ്റ് ദാറ്റ് വി ലിവ് ഇൻ റൈറ്റ് നൗ. അപ്പോൾ അതെല്ലാം വിട്ടിട്ട് കുറച്ച് വെക്കേഷന് വേണ്ടിയിട്ട് തിരിച്ച് പോകുന്നതാണെങ്കിലും ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കുറച്ചൊരു മിക്സ്ഡ് ഫീലിങ്സ് ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പറപ്പിച്ച് വിട് പാപ്പ. അതെ വിശ്വസി ശരിക്കും ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് നിങ്ങളെ മിസ് ചെയ്യുമെന്ന് പറ. ഞാൻ പറയാം. കൊന്നോളാം ആകാശ് കേട്ടോ. പോയിട്ട് വരുമ്പോ എന്ത് വേണം വിഷമത്തിന്? പിന്നെ കൊറേ തിന്നാനുള്ള സാധനങ്ങൾ, പിന്നെ എന്റെ കണ്ണടകൾ, പിന്നെ നിനക്ക് ഇഷ്ടമുള്ള എന്തോ ജീവിതത്തിൽ ലോകത്തിലേക്ക് അതെ. സോ ഇപ്പൊ സമയം 3 മണിയായി. റജൈന ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് നമ്മള്. അയ്യോ തുണികളൊക്കെ ഭദ്രമായി കൊണ്ടുവരാ. ഉമ്മ കൊടുക്കാൻ ഭദ്രമായിട്ട് സൂക്ഷിച്ചു പോയിട്ട് വരണം കേട്ടോ. ഞങ്ങളവിടെ നിൽക്കൂല. സൂക്ഷിച്ചു പോണം കേട്ടോ. എത്തിയിട്ട് മെസ്സേജ് ഇടണം. നമ്മള് വളരെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കുറെ സുഹൃത്തുക്കൾ. എല്ലാരും ഹായ് പറയൂ. വരൂ അടുത്തരൂ. ഹലോ. വിശ്വസിച്ച് എല്ലാം നമുക്ക് ചെക്കിൻ എല്ലാം ചെയ്ത് സെറ്റാക്കി തന്നിട്ടുണ്ട്. ഇനി അത് പോയി സ്കാൻ ചെയ്താൽ മാത്രം മതി. ഇപ്പൊ എന്നെക്കാളും ആ ഒരു ആങ്സൈറ്റി വീരൻ. എനിക്കൊന്നും പ്രത്യേകിച്ച് തോന്നുന്നില്ല. ഇനി നമ്മൾ തോന്നിക്കണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് ഇനി അത് എക്സൈറ്റ്മെന്റ് ഭാഗമാണോ? ഉറങ്ങിയിട്ടില്ല. മേ ബി അതായിരിക്കും. ബ്രെയിന് പ്രോസസ് ആവുന്നുണ്ടാവില്ലേ. ആകാശ് പ്രദീപ്, നമ്മള് എക്സിറ്റിന്റെ അടുത്താണ് ഇരിക്കുന്നത്. ഈ ഫ്ലൈറ്റിലെല്ലാം കയറുമ്പോ എന്തിനാ അപ്പടി ചാവുന്ന കാര്യം പറയുന്നേ? പേടിയാവും സത്യമായിട്ടും.
നമ്മളെ രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ്. പക്ഷെ എന്നാലും ഒരു ഫ്ലൈറ്റിൽ ഒരു സ്ഥലത്ത് നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ ചാവേണ്ട കാര്യം പറയുന്നത്. നോൺസെൻസ്, ബ്ലഡി നോൺസെൻസ്. ആൻസൈറ്റി ഉള്ള ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ഒന്നും പറയാൻ പാടില്ല. ഒരു പ്രശ്നമില്ല, അതുകൊണ്ട് ഞാൻ ഇത് കയറി ഒറ്റ ഉറക്കായിരിക്കും. എനിക്ക് വല്ലാണ്ട് ഉറപ്പ് വരുന്നു. സോ നമ്മളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഇസ് ഫ്രം റെജൈന ടു ബാങ്കൂവർ. തൊട്ടടുത്താണ്, 1 മണിക്കൂർ 1.5 മണിക്കൂറിന്റെ ഫ്ലൈയിങ് ടൈമാണ്. അവിടെ നിന്നാണ് നമുക്ക് പിന്നെ ഡൽഹിയിലേക്കുള്ള എത്ര മണിക്കൂറാണ്? 17 കുറഞ്ഞു. 17 മണിക്കൂറിന്റെ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പം നമുക്ക് ഈ യാത്ര മൊത്തം നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് പോവാം എന്നാണ് ഞാൻ പറയാം. അടിപൊളി കളറാക്കാം. അടിപൊളി പറയണം. ആകാശത്തെ കഴുത്തിലിങ്ങനെ മറ്റേ മീശമാധവനുള്ള കൊച്ചിനനിട്ടുള്ള പെടലി. എനിക്ക് നല്ല ഉറക്കം വരണം, മുന്നേ കണ്ണടയും എനിക്ക് തുറക്കാൻ. നമ്മളൊന്നും ഉറങ്ങിയിട്ടില്ല, രാവിലെ ഉറങ്ങിയിട്ടുണ്ട്. ഭയങ്കര ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്ന ഭയങ്കര പേടിയാ. പിന്നെ ആകാശത്ത് ഇങ്ങനെ പറക്കുന്നതും പേടിയാ. ഫ്ലൈറ്റേ പേടിയാ. ഐ ഡോണ്ട് ലൈക്ക് വിമാനം. കഴുത്ത് വലിക്കുന്നില്ലേ നിങ്ങൾക്ക്? എല്ലാം വേനിക്കുന്നുണ്ട്. നമ്മള് എയർ ഇന്ത്യയിലാണ് പറക്കാൻ പോകുന്നത്. നാട്ടിലെത്തായിരിക്കുമല്ലേ? അതേ വൈബ്. എല്ലാവരുടെ കയ്യിലും 10 ബാഗ്, എല്ലാവർക്കും കയറാൻ തിടുക്കം, ഇതെല്ലാം മറന്നു പോയേക്കായിരുന്നു. എല്ലാം തിരിച്ചു വന്നു. ഇപ്പൊ ഞാൻ റീസെറ്റ് ഡിഫോൾട്ട് സെറ്റിംഗ്. എൻ്റെ ഉള്ളിൽ നല്ലോണം ഭക്ഷണം കിട്ടുമായിരിക്കും അല്ലേ? വിശക്കും. എന്തുടാ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മൾ വന്നിറങ്ങിയ ഫ്ലൈറ്റ്. അതെ അതെ, ഇന്ത്യയിൽ വന്ന് ഇറങ്ങിയ ഉടനെ ആ ഒരു റാറ്റ് റേസ് തുടങ്ങിയിരിക്കുന്നു ഗൈസ്. ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി. നമ്മളങ്ങനെ ഡൽഹി എയർപോർട്ടിലെത്തിയപ്പോൾ അന്ന് നമുക്ക് മനസ്സിലായത് നമ്മളുടെ ലഗേജ് എയർപോർട്ടിലെ ആൾക്കാർ സക്സസ്ഫുള്ളി അതിൻ്റെ ഫ്രെയിം പൊട്ടിച്ചിരിക്കുന്നു എന്ന്. ഇത്രയും നേരം എന്താ സംഭവിച്ചെന്ന് പറ. സംഭവബഹുലമായ ദിവസത്തിന്റെ തുടക്കമായിരുന്നു. നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ആദ്യമായിട്ടാണ് എയർ ഇന്ത്യയിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഫ്ലൈറ്റ് ശോചനീയ അവസ്ഥയായിരുന്നു. അതൊക്കെ പൊട്ടിപ്പൊളിച്ച് തപ്പളായി അടുത്ത് വിൽക്കാൻ സമയമായി. അത്രയും പഴയ ഫ്ലൈറ്റാണ്. പക്ഷേ എയർ ഹോസ്റ്റസ് ഒക്കെ ഭയങ്കര നല്ലതായിരുന്നു. ഈ മേഡ് എ ന്യൂ ഫ്രണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഡൽഹി ടച്ച് ഡൗൺ ചെയ്തപ്പോൾ നമ്മളെ ബാഗേജ് ക്ലെയിമിലേക്ക് ചെന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ 2 ബാഗ്, നമ്മുടെ 2 ബാഗും അടിയില് പൊട്ടിയിട്ടുള്ളത്. വലിയ ക്രാക്ക്. അപ്പൊ നമ്മളത് സോറി അന്നേരം റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ റെക്കോർഡ് ചെയ്തിന് ഒരു ചെറിയൊരു ബിറ്റ് കാണിച്ചു തരാം. കാണിച്ചു തരാം. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ വാട്ട് യു ഗൈസ് ഷുഡ് ഡു ഇഫ് യുവർ ലൈക്ക് ലഗേജ് ഗെറ്റ്സ് ഡാമേജ് ഇസ് നമ്മുടെ സോ കോൾഡ് കമ്പനി ഉണ്ടല്ലോ, നമ്മൾ ഏത് എയർലൈൻസിനോടാണ് ഫ്ലൈ ചെയ്യുന്നത്, അവരുടെ ബാഗേജിൻ്റെ അടുത്ത് ഒരു ബാഗേജ് എൻക്വയറി എന്നുള്ളൊരു ഒരു കിയോസ്ക് ഉണ്ടാവും. അവിടെ പോയിട്ട് പറയാം യുവർ ബാഗേജ് ഇസ് ഡാമേജ്ഡ്. അപ്പോൾ അവരെന്ന് വെച്ചാൽ either they'll give you like the money for your baggage or they'll give you a new baggage. That's what they did with us. അപ്പോൾ നമുക്ക് പുതിയ 2 ബാഗ് തന്നു. ബാഗിന്റെ എസ്തെറ്റിക്സ് എനിക്ക് അത്ര ഇഷ്ടമായിട്ടില്ല. പക്ഷെ എന്നാലും അത് ഭയങ്കര. അപ്പം ഇങ്ങനെ ബാഗേജിന് ക്രാക്ക് വന്നപ്പോൾ നമ്മൾ ചിന്തിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരെന്ത് ഈ ബാഗിനെ കൊണ്ട് ചെയ്യുന്നത്, വലിച്ചെറിയാന്ന് തോന്നുന്നു. അതിന്റെ ബാഗ് ഇങ്ങനെ ക്രാക്ക് ആയി അതിന്റെ ഫ്രെയിം. അമേരിക്കൻ ടൂറിസ്റ്റ് ലൈക്ക് ദാറ്റ് ഈസ് നോട്ട് നൈസ് അല്ലേ? അപ്പോൾ ഇപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഫ്ലൈറ്റ് ഇസ് ഫ്രം എത്ര മണിക്കാണ്? 4 മണിക്കാണ് ഫ്രം ഡൽഹി ടു കൊച്ചി. അപ്പോൾ നമ്മളിപ്പം ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ കയറിയിട്ടാന്നുള്ളത്. എന്താണ് കഴിക്കുന്നത്? ബർഗർ കിങ്. So the final flight was from Delhi to Kochi. അതൊരു ഷോർട്ട് ഫ്ലൈറ്റ് ആണ്. ആൻഡ് യു നോ വാട്ട്, ഇത് എത്ര പേർക്ക് ഈ ഒരു ഫീലിംഗ് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഫോർ മീ എവറി ടൈം ഐ ടച്ച് ഡൗൺ കൊച്ചി എനിക്കതൊരു ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. എവറി ടൈം ഐ ക്രൈ, ഐ ഗെറ്റ് ഗൂസ് ബംസ്. കേരളം എത്തുമ്പം ആ ലാൻഡ് ചെയ്യുന്ന ആ ഒരു മൊമെൻറ്റ് എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. യുനോ എന്തൊക്കെ പറഞ്ഞാലും നാടാണെന്ന് തോന്നുന്ന ആ ഒരു മൊമെൻ്റാണത്. എവിടെ നിന്നാണ് ഇത്രയും ഇമോഷൻസ് ഇങ്ങനെ ഒലിച്ചു പൊട്ടി വരുന്നതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അത് അങ്ങോട്ട് വരും.
And we are about to touch down Kochi. Touchdown Kochi. ശരിക്കടി സിന്ധു ഞങ്ങളവിടെ ഇറക്കി വിട്ടിട്ട് വന്നോടാ. ആന്റി ഒരു കുട്ടിയൊക്കെ പ്രതീക്ഷ നിൽക്കുകയായിരുന്നു. ഇതാണ് മിഥുൻ ബാപ്പി. വളരെയധികം കൊച്ചിയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. അതെ അതെ. എന്താ ക്യാമറ മുമ്പില എന്റെ മൈക്രോഫോൺ ഇവിടെ ഇറ്റ്സ് റെയിനിങ് കാറ്റ്സ് ആൻഡ് ഡോഗ്സ്. വന്നിറങ്ങിയ ദിവസം തന്നെ മഴ ഇല്ല. കുരുവാ വെളുത്തുന്നാ വരൂലേക്കോ. ഗുഡ് മോർണിംഗ്. താഴത്തെ ആൾക്കാരിലേക്ക് എന്താ ഇവിടുന്ന് ഒരു അപശബ്ദം. നമ്മളിപ്പോ എവിടെയാ പോവാൻ പോന്നെ? തലശ്ശേരിക്ക് പോവാണ്. നമ്മളിപ്പോ കൊച്ചിയിലാണുള്ളത്. ദുഗ്സിന്റെ വീട്ടിലാണ് നമ്മളിപ്പോ ഉള്ളത്. ആൻഡ് വി ആർ ഗോയിങ് ഇൻ വന്ദേ ഭാരത്. യെസ്, ആദ്യമായിട്ടാണ് നമ്മൾ വന്ദേ ഭാരതിൽ മുന്നും പോയിട്ടുണ്ടോ? വന്ദേ ഭാരതില് എല്ലാ ദിവസവും വന്ദേ ഭാരതിൽ മാത്രമേ അല്ല നിങ്ങളല്ല ഇല്ല. ഓക്കെ, ഫസ്റ്റ് ടൈം വന്ദേ ഭാരതിൽ പോകുന്നതാണ്. അപ്പൊ നമ്മളുടെ ട്രെയിൻ ഇപ്പം എത്ര മണിക്ക് 8:30 അപ്പം 7:45. അപ്പൊ നമ്മളിപ്പോ പോണം. ഓക്കെ, ഇപ്പോഴാണോ മനസ്സിലാവുന്നത് വ്ലോഗാണോ? പറയാ മുദ്ഗർ മുദ്ഗർ. എവിടെ ദുർഗ നല്ല എഴുതിയാടെ ദുർഗ. ചേച്ചടാ കഥയാ, ആരെയും കളിച്ച് തലയിടിച്ച് കൂട്ടി കേട്ടോ. അതെ, പോവാ നമുക്ക്. ഇവിടെ ഫുള്ള് പൂച്ചകളാണ്. എന്റെ ചേച്ചി ഒരു പൂച്ച പറഞ്ഞാണ്. ഈ പൂച്ചകളൊക്കെ എന്റെ വീട്ടിലുണ്ടായതാണ്. ഞാൻ അഡോപ്റ്റ് ചെയ്തതാ. അത് വരിയോ? ഇതിന്റെ പേരെന്താ? ഷുഗർ ബോ. ഷുഗർ ബൂ. വേറെ എവിടെ? മറ്റേ ബ്ലൂനായോ? ഇഷ്ടല്ല. ബ്ലൂ. പോവാ വാ. അപ്പൊ നമ്മൾ അടുത്ത പ്രയാണത്തിന് സമയം. അപ്പൊ പോയി എടുത്തിട്ടാ അയ്യോ ഫ്രീസറോ? അയ്യോ ലിൻഡ് ഇനി എങ്ങനെ നമ്മള് ലിൻഡ് കൊണ്ടുവന്നിട്ട് ഫുള്ള് മെൽട്ടായി. ഇതിനി ഏതില് വെക്കും? ഫുള്ള് തിരക്കാണ്. ആ ഹലോ അമ്മ വരാനായോ? ആ ഇല്ല. വന്നോ? എത്തിയാ? പിന്നെ എന്തൊക്കെയുണ്ട് സിന്ധു വിശേഷങ്ങൾ? സിന്ധു ടിഎസിന്റെ വിശേഷങ്ങൾ അറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. നമ്മളിപ്പോൾ പോയിട്ട് പിന്നെ ആകാശന്റെ അമ്മേനെയും അച്ഛനും എല്ലാം കാണും. അവരെ ഞാൻ 2 കൊല്ലം മുമ്പാണ് കണ്ടത്. പക്ഷെ അമ്മേനെ നമ്മൾ പാരീസിൽ പോയപ്പോൾ കണ്ടിന്. പാരീസിൽ എൻ്റെ കസിൻ്റെ കല്യാണത്തിന് പോയപ്പോൾ എൻ്റെ ഫാമിലീനെ മീറ്റ് ചെയ്തിട്ട്. പക്ഷെ ആകാശൻ്റെ ഫാമിലീനെ മീറ്റ് ചെയ്തിട്ട് 2 years ആയി. എല്ലാവർക്കും സുഖമാണോ എന്നുള്ളത് ചോദിക്കുക. എല്ലാവർക്കും സുഖമാണോ? നമ്മളിവിടെ കാനഡയിൽ വരുമോ പുട്ടുണ്ടാക്കി തരാൻ? വരും. എപ്പോൾ വരാം? അടുത്ത കൊല്ലം എൻ്റെ ഗ്രാജുവേഷൻ ആകുമ്പോൾ വരുമോ? ഓ തീർച്ചയായിട്ടും വരണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അപ്പോൾ നേരത്തെ വിസ എല്ലാം അപ്ലൈ ചെയ്ത് വെക്കണം. നമുക്ക് അപ്ലൈ ചെയ്യാം. ഭയങ്കര എരിവുണ്ട് ഇതിന്.
അത്ര രൂപ ആകാശം കഴിച്ചാൽ ആകാശന്റെ മൂക്ക് നല്ല വെള്ളം വന്നു. ആണോ? അമ്മ വെജാണ് ഓർഡർ ചെയ്തത് ആൻഡ് ഞാൻ നോൺ വെജാണ് ഓർഡർ ചെയ്തത്. ഇഡ്ഡലിയാ കഴിക്കുന്നത്. ഇഡ്ഡലി നമുക്ക് തീരെ ഇഡ്ഡലി ഇഷ്ടമല്ല. പിന്നെ എന്തിനാ പണ്ട് എനിക്കും അച്ഛനും ഇഡ്ഡലി നിന്ന് ഇത്രയും ടോർച്ചർ ചെയ്ത ചോദിക്കണം, എല്ലാം ചോദിക്കണം. പോകുമ്പോ വീട്ടിലെ കാര്യങ്ങളും എല്ലാവരുടെ കാര്യങ്ങളും നോക്കിയിട്ട് വേണം. എൻ്റെ അമ്മേൻ്റെ പണ്ടത്തെ സ്ഥിരം ഐറ്റംസ് വെച്ചാല് ക്യാരറ്റ് പുട്ട്, ബീൻസ് പുട്ട്, ബീട്രൂട്ട് പുട്ട്, ഇഡ്ഡലി 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 ഇഡ്ഡലി, ദോശ ദോശ ദോശ. ഇതൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ. അത് കറക്റ്റാ. ഇപ്പൊ ഞാൻ അവിടെ വായു ഭക്ഷിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് തിന്നിട്ട് കോളേജിൽ പോകലറിയോ. എനിക്ക് വീട്ടിൽ പോകുമ്പോ എന്താ തിന്നാൻ വേണ്ടതെന്നറിയോ? ചോറ്, ഉണ്ടച്ചോറ് വേണം. ഈ റേഷൻ കടയിൽ കിട്ടുന്ന ചോറിന്റെ അതാണോ വേണ്ടേ? എനിക്ക് റേഷൻ കടയിൽ കിട്ടുന്ന ചോറ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പൊന്നിയരിനേക്കാളും ഇഷ്ടം. നമ്മളവിടെ കാനഡയില് മട്ട അരിയാ വാങ്ങാം. 25 കിലോന്റെ വലിയ ചാക്ക്. അത് വേണം. ചോറ് വേണം. പിന്നെ മാങ്ങാപ്പുളിശ്ശേരി വേണം. എൻ്റെ അമ്മേൻ്റെ മാങ്ങാപ്പുളിശ്ശേരി ഈസ് ലൈക്ക് വേറെ ലെവൽ അല്ലേ? അടിപൊളിയല്ലേ എന്ന് പറയാം എല്ലാരോടും. അടിപൊളിയല്ലേ? പിന്നെ എനിക്ക് പുയ്യാപ്പള ഫ്രൈ വേണം. ഓ റെഡി. ഇടിയപ്പവും മുട്ടക്കറിയും പിന്നെ എന്തോ കേസരി എന്തോ കിട്ടിയ കേസരി, പിന്നെ ഒരു ഉഴുന്ന് വട, പിന്നെ ഒരു കോഫീൻ്റെ ഒരു മിക്സ്. അത് ചൂടുവെള്ളത്തിലിട്ടാൽ മതി, റെഡി മിക്സ്. ആൻഡ് മൈ ഫേവറേറ്റ് മാംഗോ ജ്യൂസ്. അപ്പം നമുക്കിത് കഴിക്കാം. നമുക്ക് എന്തെല്ലാം കിട്ടിയ സെയിം സാധനം. ഇഡ്ഡലി, സാമ്പാർ, കേസരി, ബാക്കിയെല്ലാം സെയിം. വട, ചോക്കോപ്പൈ. എന്തിനാ അങ്ങനെ? ഇത് എടുത്തു തരണ്ടേ, നല്ല വെയിറ്റ് ഉണ്ട് ഇത്. ചൂടെടുക്കുന്നുണ്ടോ ആകാശ് പ്രദീപ്? നല്ല രസം. This is my daddy. Hi പറല്ല. ഹായ്. എന്തൊരു ചൂടാ ഇവിടെ, ഭയങ്കര ചൂടച്ചാ. നമ്മളപ്പോ എവിടെങ്കിലും നിക്കണോ? ഈ ഹൈവേന്റെ പേരെന്താ? ഇത് തലശ്ശേരി കണ്ണൂരാ? തലശ്ശേരി വടകര? കണ്ണൂര് മാഹി ബൈപ്പാസ്. ഇത്രയും ആൾക്കാര് ഹോങ്ക് ചെയ്യുന്ന ഇവിടെ വന്നിട്ടാണ് ഇത്ര അധികം ഹോങ്കിങ് കേൾക്കുന്നത്. അവിടെ ആരെങ്കിലും ഹോങ്ക് ചെയ്ത് എന്തോ വലിയ അപരാധം ചെയ്താൽ മാത്രമേ ആരെങ്കിലും ഹോങ്ക് ചെയ്യൂ. അച്ഛൻ പറയുന്നത് ഇവിടെ ഹോങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വീടെത്താൻ പറ്റൂല എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാല് മുമ്പിൽ പോകുന്ന വണ്ടി ഓടിക്കുന്നവൻ നിയമപരമായിട്ടല്ല ഓടിക്കുന്നത്. നമ്മൾ നിയമപരമായി ഓടിക്കുന്ന പോലെ കഴിയുന്നതും നമ്മള് വയലേറ്റ് ചെയ്യില്ല. ആൾക്കാർ വയലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നു വയലേറ്റ് ചെയ്യും. ആകാശേട്ടന്റെ അമ്മേനെ കാണുന്നില്ലല്ലോ. സോ നമ്മള് 2 വണ്ടിയിലാണ് തലശ്ശേരി പോകുന്നത്. ആകാശേട്ടന്റെ അമ്മ കൂട്ടാൻ ആ വണ്ടിയിലാണ് ബാക്കി എല്ലാവരും ഉള്ളത്. ഞാനും എന്റെ ഡാഡിയും ലഗേജുകളുമായിട്ടാണ് നമ്മള് തലശ്ശേരി പോകുന്നത്. ഇവരെ കാണുന്നില്ലല്ലോ, ഉറപ്പീനെന്ന് തോന്നുന്നു. അവരേതോ വഴിയല്ലേ തെറ്റി. ഇതാണ് ആകാശേട്ടന്റെ സന്തൂർ മമ്മി. This is our family. Sorry. അതിനൊരു ഡാമേജ്. എല്ലാരും ഹായ് പറ. ഹായ് വിത്ത് എനർജി. ഹാപ്പി ഹോം. ഹാപ്പി ഹോം. എന്തല്ലേ ഇതല്ലേ ഏതാ
പുതിയ ഷർട്ടല്ല. അയ്യോ അതിന്റെ എന്നാ മെസ്സേജ് അയച്ച് നമ്മള് വിളിച്ചിട്ടൊന്നും എടുക്കാഞ്ഞ്. ആണോ ഇപ്പൊ മുറിഞ്ഞാ അതുകൊണ്ട് സർപ്രൈസ് തരാൻ വേണ്ടി എടുക്കാണ്ടെന്ന്. ബിദി കുമാർ എവിടെ അച്ഛൻ മെലിഞ്ഞാ മെലിഞ്ഞ് ഫിറ്റായി. ആ വയറല്ല. ഇനെന്താ പുറത്തിറക്കാത്തെ? പുറത്തിറക്കാലോ ഓടിക്കളയല്ലേ? മൊത്തം അടച്ചിട്ട് ഗേറ്റിൽ അടച്ചിട്ട് വിട്ടാ മതി. എന്തുമ്മാ പുറത്തിറങ്ങണോ നിനക്ക്? വിടാ, ഗേറ്റ് അടച്ചിട്ട് നമുക്ക് ഇറങ്ങാം. നമുക്ക് എന്നിട്ട് കളിക്കാട്ടോ. എന്റെ കാക്ടസ് കളക്ഷൻ എന്തോ ഒരു സങ്കടം. ഇതിന്റെ പകുതി ഉള്ളൂ. പക്ഷെ എന്നാലും ഇത് ഇത്രക്കാരും ഇല്ലേ? ഡോണ്ട് ബി സെൽഫിഷ്. സെൽഫിഷ് പോലും. ഇതെല്ലാം ആകാശേട്ടന്റെ കാക്ടസ് കളക്ഷൻസ് ആണ്. ഓ നിങ്ങൾ ഇവിടെ എല്ലാരും ഈ ഫ്രെയിമിൽ ഇപ്പൊ ബ്ലൂവാ. പക്ഷെ അമ്മ മാത്രം പർപ്പിൾ. മുട്ടമാലയാ? പൊളിയായിരുന്നു. ആ ട്രെയിന് തരുന്ന ഫ്ലൈറ്റ് പോലെ ഉണ്ട് അല്ലേ? അതിന്റെ ഉള്ളില് മറ്റേ ഇതൊക്കെ ആയിട്ട് ഇരിക്കില്ലായിരുന്നു. ചേച്ചി എവിടെ? അമ്മ ഇരിക്കും. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഉണ്ടാക്കിയിട്ട് വരുമ്പം ദിസ് ഈസ് ഗോയിങ് ടു ബി പ്രിറ്റി ലോങ് വീഡിയോ. അപ്പം ഇതാണ് നമ്മൾ റെജൈനിൽ നിന്ന് തലശ്ശേരി വരെ വന്നതിൻ്റെ ആ ഒരു ലോങ് സ്റ്റോറി ഷോർട്ട്. ഇതിനിടയിൽ വേറെയും കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബട്ട് അതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ഇതിനകത്ത് സ്ഥലമില്ല. സോ ഐ എം ജസ്റ്റ് ലൈക്ക് വൈനിങ് അല്ല, I'm just winding up today's video. That's everything for today. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മളെ ഫാമിലി എപ്പോഴും കാണുന്നതിനെക്കാളും പുതിയ വിഷ്വൽസ് അല്ലേ നിങ്ങൾ ഇതിനകത്ത് കണ്ടത്. അപ്പം എൻ്റെ ഫാമിലിനെയും ഫ്രണ്ട്സിനെയും എല്ലാവരും നിങ്ങൾ ഇതിനകത്ത് കുറച്ചായിട്ട് കണ്ടിട്ടുണ്ട്. സോ ഇപ്പം നാട്ടിൽ നമ്മൾ 30 ദിവസം ഉണ്ടാവും. ആ 30 ദിവസം നിങ്ങൾ ഇനിയും വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള കോണ്ടന്റ്സ് ആണ് കാണാൻ പോകുന്നത്. ഞാൻ അങ്ങനെ വണ്ടർഫുൾ അടിപൊളിയായിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. So stay tuned. That's everything for today. So tata. 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 Bye.